ജിമ്മിൽ വർക്കൗട്ടിനിടയിൽ പലരും നല്ല സ്റ്റൈലായി ഷേക്കർ ബോട്ടിലിൽ പല കളറിലുള്ള വെള്ളം കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്താ നിങ്ങൾ കുടിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും ഇത് BCAA ആണ്. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. മസിൽ പെട്ടെന്ന് വളരാനും എക്സസൈസ് ചെയ്താൽ ഉണ്ടാകുന്ന ക്ഷീണം മാറാനും BCAA അത്യാവശ്യമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ശാസ്ത്രീയമായി പരിശോധിക്കാൻ പോകുന്നതും ഈ BCAA എന്ന് പറയുന്ന സപ്ലിമെന്റ്സിനെ കുറിച്ചാണ്. മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ടോഫുഡിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ പറയണം. ആദ്യം നമുക്ക് BCAA എന്താണെന്ന് നോക്കാം. നമ്മളുടെ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മിക്കാൻ 20 അമിനോ ആസിഡ്സ് അത്യാവശ്യമാണ്. ഇതിൽ 9 എണ്ണം നമ്മളുടെ ശരീരത്തിന് തന്നെ ഉൽപ്പാദിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അമിനോ ആസിഡ്സ് ആണ്. ഈ 9 എണ്ണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ കണ്ടെത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ 9 ഇസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള 3 എണ്ണമാണ്. ഒന്ന് ല്യൂസിൻ, 2 ഐസോല്യൂസിൻ, മൂന്നാമത്തത് വാലിൻ. ഈ 3 അമിനോ ആസിഡ്സിൻ്റെയും ഓർഗാനിക് സ്ട്രക്ചറിൽ പല ബ്രാഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇവരെ കൂട്ടി വിളിക്കുന്നതാണ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് എന്നുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. പേശികളുടെ വളർച്ച അഥവാ മസിൽ പ്രോട്ടീൻ സിന്തസിസ് ആരംഭിക്കാൻ നമ്മുടെ ശരീരത്തിന് ഒരു സ്വിച്ച് ആവശ്യമുണ്ട്. ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുന്നത് BCAAയിൽപ്പെട്ട ല്യൂസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്. അതുകൊണ്ട് തന്നെ മസിൽ വളർച്ചയ്ക്ക് ല്യൂസിൻ വളരെയധികം അത്യാവശ്യമാണ്. പക്ഷേ ഇത് സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ കഴിക്കണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. BCAA അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഈ BCAA അടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റിലുണ്ട്, മുട്ടയിലുണ്ട്, ബീഫിലുണ്ട്, മത്സ്യത്തിലുണ്ട്, പാലിലും BCAA അടങ്ങിയിട്ടുണ്ട്. ഇനി വെജിറ്റേറിയൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പയറുവർഗ്ഗങ്ങളിലും നട്ട്സിലും സോയാബീനിലും കടല, പരിപ്പ് വർഗ്ഗങ്ങൾ ഇതിലെല്ലാം BCAA അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഡയറ്റിൽ അത്യാവശ്യം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആവശ്യത്തിന് BCAA ഭക്ഷണത്തിലൂടെ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഡയറ്റിൽ പ്രോട്ടീൻ കുറവാണെന്നുണ്ടെങ്കിൽ BCAA സപ്ലിമെൻറ്റ്സ് യൂസ്ഫുൾ ആയിരിക്കും. മാർക്കറ്റിൽ പലതരത്തിലുള്ള BCAA സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. ഇത് പൊടിയായിട്ടും ടാബ്ലറ്റ്സ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ്. ശാസ്ത്രീയമായി ഇത് കഴിക്കേണ്ട റേഷ്യോ എന്ന് പറയുന്നത് 2:1:1 എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 ഗ്രാം ല്യൂസിൻ, 1 ഗ്രാം ഐസോല്യൂസിൻ, 1 ഗ്രാം വാലിൻ. ഇനി എപ്പോഴാണ് BCAA എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വർക്കൗട്ടിന് മുമ്പോ അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ ഇടയിലോ BCAA സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. എന്തിനാണ് ഈ സമയത്ത് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ പേശികൾക്ക് പെട്ടെന്ന് ഊർജ്ജം നൽകാനും മസിൽസിനുണ്ടാകുന്ന ഫെറ്റീഗ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ്. ഇനി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ 5 to 10 ഗ്രാംസ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വർക്കൗട്ടിൻ്റെ ഇടയിൽ കഴിക്കാം, അല്ലെങ്കിൽ പ്രീ വർക്കൗട്ട് ആയിട്ട് എടുക്കാം. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ സംശയത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ ഓൾറെഡി വേ പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയി BCAA സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ? ഉത്തരം വളരെയധികം വ്യക്തമാണ്. തീർച്ചയായിട്ടും ആവശ്യമില്ല. ഇതിൻ്റെ കാരണം നിങ്ങൾ വേ പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. അതായത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും ആ വേ പ്രോട്ടീനിൽ തന്നെ അടങ്ങിയിട്ടുണ്ടാവും. അതിൽ ഈ പറഞ്ഞ BCAA ഉൾപ്പെടുന്നുണ്ട്. ഇത് നാച്ചുറൽ ടീൻ്റെ വേ കോൺസെൻട്രേറ്റ്സ് ആണ്, അൺഫ്ലേവേർഡ് ആണ്. ഇതിൽ ല്യൂസിൻ അടങ്ങിയിരിക്കുന്നത് ഓരോ 100 ഗ്രാമിലും 8.5 ഗ്രാംസ് ആണ്. ഐസോല്യൂസിൻ ആവട്ടെ 5.1 ഗ്രാം ഉണ്ടാവും. വാലിൻ 4.4 ഗ്രാംസും അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ഒരു സ്കൂപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ സ്കൂപ്പിൽ തന്നെ BCAA എന്ന് പറയുന്നത് 5 മുതൽ 6 ഗ്രാം അടങ്ങിയിട്ടുണ്ടാവും. ഇത് കോൺസെൻട്രേറ്റ്സിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വേ ഐസൊലേറ്റിൽ ഇതിലും കൂടുതൽ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി വേ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും പണം കൊടുത്ത് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സിൻ്റെ സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കുന്നത് ശരിക്കും അനാവശ്യമാണ്. ഇത് ഏകദേശം ഒരു വീട് പണിക്കുള്ള എല്ലാ സാധനങ്ങളും കൂടി ഒരുമിച്ച് വാങ്ങിച്ചതിന് ശേഷം കുറച്ച് ഇഷ്ടിക മാത്രം വേറൊരു കടയിൽ പോയി സെപ്പറേറ്റ് വാങ്ങിക്കുന്നത് പോലെ ആയിരിക്കും. ഇനി BCAAൻ്റെ വില നമുക്ക് നോക്കാം. സാധാരണ ഒരു ബ്രാൻഡിൻ്റെ വില എന്ന് പറയുന്നത് 1500 മുതൽ 2000 രൂപ വരെ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി വേ പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് എക്സ്ട്രാ കുറച്ച് അമിനോ ആസിഡ്സ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിക്കാനുള്ള വില കൂടിയ ഒരു ഓപ്ഷൻ മാത്രമാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ എക്സ്ട്രാ BCAA വേണം, കൂടുതൽ പണം ചിലവാക്കുന്നതിന് നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലെങ്കിൽ
അടുത്ത നിങ്ങളുടെ ചോദ്യം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ ഇല്ല എന്നുള്ളതാണ്. അധികം ആൾക്കാർക്കും BCAA കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അധികം ആൾക്കാർക്കും ഇത് ഈസിലി ടോളറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ അമിതമായി BCAA സപ്ലിമെന്റ്സ് എടുത്ത് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാമെന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് BCAA സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്ങും കാർഡിയോ എക്സസൈസസും നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കണം. ഇത് മാത്രമല്ല അമിതമായി ഉപയോഗിക്കുന്നവർക്ക് 20 ഗ്രാമിലും കൂടുതലൊക്കെ ഓരോ ദിവസം കഴിക്കുന്നവർക്ക് ചിലപ്പോൾ വയറുവേദനയും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ബ്ലോട്ടിംഗ് ഒക്കെ അനുഭവപ്പെടാറുമുണ്ട്. ഇനി BCAA സപ്ലിമെന്റ്സ് കഴിക്കുന്ന അധികം ആൾക്കാരും വരുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം. അതിലൊന്ന്, വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം BCAA എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേ പ്രോട്ടീൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ BCAA എടുക്കുന്നത് മസിൽ ബിൽഡിങ്ങിന് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. രണ്ടാമത്തെ മിസ്റ്റേക്ക് 8:1:1 റേഷ്യോയിലുള്ള BCAA വാങ്ങിക്കുന്നതും കഴിക്കുന്നതും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇത് വെറും ഒരു മാർക്കറ്റിംഗ് ഗിമിക്കാണ്. ഇത്രയും കൂടുതൽ ല്യൂസിൻ കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടോട്ടൽ BCAA ഇൻടേക്ക് ഒരു ദിവസം വേണ്ടത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ 2:1:1 ആണ്. മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഭക്ഷണത്തിലൊന്നും പ്രോട്ടീൻ ഇല്ലയെന്ന് വിശ്വസിച്ച് വെറും BCAA എടുത്തു കഴിഞ്ഞാൽ മസിൽ വളരുന്നു വിചാരിക്കുന്നത്. കാരണം മസിൽ വളർച്ചയ്ക്ക് ഈ 3 മാത്രം പോരാ, 9 ഇസെൻഷ്യൽ അമിനോ ആസിഡ്സും വേണം. അതിൻ്റെ ഏറ്റവും നല്ല സോഴ്സ് വേ പ്രോട്ടീൻ പോലുമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായും എക്സസൈസ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൃത്യമായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇനി സപ്ലിമെന്റ്സ് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കിട്ടുന്നത് കുറവാണെങ്കിൽ ഒരു നല്ല വേ പ്രോട്ടീൻ സപ്ലിമെന്റ് വാങ്ങിക്കുക, അത് കഴിച്ചു തുടങ്ങുക. അതിൽ നിങ്ങൾക്ക് വേണ്ട ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ കാണിച്ച നാച്ചുറൽ ടീൻ പോലത്തെ വേ പ്രോട്ടീൻ ഡോക്ടേഴ്സ് ടെസ്റ്റഡ് ആണ്, തേർഡ് പാർട്ടി ലാബ്സ് ടെസ്റ്റഡ് ആണ്. അത്തരത്തിലുള്ള സേഫ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് ഡോഫുഡി സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡോഫുഡി സ്റ്റോർ വിസിറ്റ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലൈവ് ബട്ടന്റെ താഴെ കാണാവുന്നതാണ്. നിങ്ങൾ സ്ഥിരമായി എടുത്തുകൊണ്ടിരിക്കുന്ന BCAA സപ്ലിമെന്റ്സ് ഏതാണ്? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പ്രോട്ടീൻ സപ്ലിമെന്റ്സിനെ കുറിച്ച് ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.